ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فنسأل الله تبارك وتعالى أن يبارك في مجالسنا وأعمالنا إنه جواد كريم. അല്പനേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പറയുകയും അതിന്റെ വിശദീകരണം നിങ്ങളെ കേൾപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ശഫാഅത്ത് എന്ന വിഷയം മറ്റൊരിക്കൽ ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുന്നതാണ്. അതിന് ഒരുപാട് സമയം വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ عن جابر بن عبد الله رضي الله عنهما قال كنا مع النبي صلى الله عليه وسلم في غزاة فكسع رجل من المهاجرين رجلا من الأنصار. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിലായിരുന്നു. അങ്ങനെ മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അൻസാരികളിൽപ്പെട്ട ഒരാളെ അടിച്ചു. കൈകൊണ്ടോ കാലുകൊണ്ടോ അടിക്കുന്നതിനാണ് കശാ എന്ന് പറയാം. ഫഖാല അൽ അൻസാരി, അപ്പോൾ അൻസാരി ആയിട്ടുള്ള ആ സഹാബി പറഞ്ഞു, യാ ലിൽ അൻസാർ, അൻസാരികളെ എന്ന് അൻസാരികൾ വിളിച്ചു. വഖാല അൽ മുഹാജിരി, അപ്പോൾ മുഹാജിറായിട്ടുള്ള ആ സഹാബി, അടിച്ചിട്ടുണ്ടായിരുന്ന ആ സഹാബി വിളിച്ചു, യാ ലിൽ മുഹാജിരീൻ, മുഹാജിറുകളെ വിളിച്ചു. فقال رسول الله صلى الله عليه وسلم, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബാലു ദഅവൽ ജാഹിലിയ്യ, എന്താണ് ഈ ജാഹിലി വിളിയുടെ കാര്യം? അപ്പോ ഖാലു, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കസഅ റജുലുൻ മിനൽ മുഹാജിരീന റജുലൻ മിനൽ അൻസാർ, മുഹാജിറുകളിൽപ്പെട്ട ഒരാൾ അൻസാരികളിൽപ്പെട്ട ഒരാളെ തല്ലുകയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഊഹ ഫഇന്നഹാ മുൻസിന, നിങ്ങൾ ആ ജാഹിലി വിളികൾ ഉപേക്ഷിക്കുക, അത് വളരെ നാറിയതാണ്, മോശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിന് ഇനിയും ബാക്കിയുണ്ട്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കക്ഷിത്വത്തെ, പക്ഷപാതിത്വത്തെ ആക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കക്ഷിത്വം എന്നുള്ളത്, പക്ഷപാതിത്വം എന്നുള്ളത് ജാഹിലിയത്തിന്റെ വിഷയങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്, അവരുടെ രീതികളിൽപ്പെട്ട ഒരു കാര്യമാണ്. ദീനുൽ ഇസ്ലാം വന്നിട്ടുള്ളത് ഈ മസായിലുൽ ജാഹിലിയ അത് നീക്കം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനുമാണ് ദീനുൽ ഇസ്ലാം വന്നിട്ടുള്ളത്. ഈ കക്ഷിത്വം എന്നുള്ളത്, പക്ഷപാതിത്വം എന്നുള്ളത് ദീനുൽ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത് ഒരു ഗോത്രത്തിന്റെ കീഴിൽ ഗോത്രത്തിന്റെ കീഴിലാണെങ്കിലും അഥവാ ഒരു ഗോത്രക്കാര്, ആ ആളുകൾ പരസ്പരം
യോജിച്ചു നിൽക്കുകയും അവരല്ലാത്തവരോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണെങ്കിലും, ഇനി ഒരു വ്യക്തിയുടെ കീഴിലാണെങ്കിലും ഒരു നല്ലൊരു പണ്ഡിതൻ, അറിയപ്പെട്ട ഒരു ഇമാമ്, അത് നമുക്ക് മുമ്പറിയാം. മുമ്പ് ഇമാം ഷാഫിഈ വളരെ പ്രമുഖനായിട്ടുള്ള ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്ത ഇമാമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കീഴിൽ കക്ഷി ചേരുക എന്നുള്ളത്, അല്ലെങ്കിൽ അതുപോലുള്ള ഇമാം അഹ്മദിന്റെ കീഴിലോ അബൂ ഹനീഫയുടെ കീഴിലോ മാലിക്കിന്റെ കീഴിലോ കക്ഷി ചേരുക എന്നുള്ളത് ഒന്നും പാടില്ലാത്തതാണ് എന്നുള്ളത് നാം എല്ലാം വിശദമായി മുമ്പ് മനസ്സിലാക്കിയതാണ്. അത് വളരെ ഇസ്ലാമിന് യോജിച്ചതല്ല. ഈ മദ്ഹബിയ എന്നുള്ളത് നാം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് കക്ഷിത്വം അതിന്റെ പുതിയ മുഖത്തിലൂടെ വരികയാണ് ചെയ്യുന്നത്. പുതിയ രൂപത്തിൽ അത് നമുക്കിടയിൽ വ്യാപകമാണ് ഇന്ന്. അത് സംഘടനകളുടെ ബേസിലാണെങ്കിലും വ്യക്തി അധിഷ്ഠിതമാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും കക്ഷിത്വം എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇമാം ഷാഫിഈയുടെ കീഴിൽ കക്ഷിത്വം പറ്റുകയില്ലെങ്കിൽ അവർക്ക് ശേഷം ആരുടെ അടിസ്ഥാനത്തിലും കക്ഷിത്വം പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ധാരാളം ആയത്തുകളിൽ കക്ഷിത്വത്തെ വിലക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കുകളിൽ പെട്ടുപോകരുത്. മിനല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅ, തങ്ങളുടെ മതത്തെ ഭിന്നിക്കുകയും തുടർന്ന് കക്ഷികളായി തിരികെയും ചെയ്തിട്ടുള്ള മുശ്രിക്കുകളെ പോലെ നിങ്ങൾ ആകരുത്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോ കക്ഷികളും അവരുടെ അടുക്കലുള്ളതിൽ തൃപ്തിപ്പെടുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സ്വഭാവം അത് ജാഹിലിയ്യത്തിന്റെ സ്വഭാവമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് മുശ്രിക്കുകളുടെ രീതിയാണെന്നാണ് പറഞ്ഞത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്, സച്ചരിതാരായ സലഫു സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കക്ഷിത്വമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ജനങ്ങളെ സത്യത്തിൽ വളർത്താനും സത്യത്തോട് കൂറുണ്ടാക്കാനുമാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ മറ്റൊരു കക്ഷിയോടോ ഒരു ഗോത്രത്തോടോ വ്യക്തിയോടോ പ്രത്യേകമായ പക്ഷമുണ്ടാക്കാനല്ല ഈ സലഫിയ്യത്ത് പഠിപ്പിക്കുന്നത്. ഖുർആനോ സുന്നത്തോ സലഫു സാലിഹീങ്ങളോ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ പാശം ശക്തമായി മുറുകെ പിടിക്കുക, ഒന്നടങ്കം മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ യോജിക്കണം, ഐക്യപ്പെടണം, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അള്ളാഹുവിന്റെ പാശത്തിൽ ഖുർആനിലും സുന്നത്തിലും നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് യോജിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യത്തിന്റെ കീഴിലാണ് യോജിക്കേണ്ടത്. അപ്പോ ഇതാണ് ഖുർആനിന്റെ നിർദ്ദേശം. സത്യത്തോട് ഐക്യപ്പെടുക, അങ്ങനെയാണ് യോജിക്കേണ്ടത്. അങ്ങനെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അതിർവരമ്പിനിടയിൽ യോജിക്കുക. ഇങ്ങനെ വ്യക്തികൾക്കിടയിൽ അതിനുള്ളിലുള്ള ആളുകൾക്കിടയിൽ ബന്ധിപ്പിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹബന്ധം മാത്രം, മറ്റ് ഖബലിയത്തായിട്ടുള്ള സ്നേഹബന്ധമല്ല, അല്ലെങ്കിൽ കക്ഷിത്വപരമായ സ്നേഹബന്ധമല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ സ്നേഹബന്ധമല്ല, മറിച്ച് തീർത്തും അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹബന്ധം. ഒരാൾക്ക് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ ദീനിനോട് എത്രയാണോ അടുപ്പമുള്ളത്, ആ അടുപ്പത്തിനനുസരിച്ച്
നാം അയാളുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നു. ഒരാൾക്ക് എത്രത്തോളമാണോ അകൽച്ചയുള്ളത് അതിനനുസരിച്ച് അകലുന്നു, അല്ലാതെ വേറൊന്നും തന്നെ മാനദണ്ഡമല്ല. ഇതാണ് ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഈമാനിന്റെ അടിസ്ഥാന കയറ് അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ കയറ് പാശം എന്നുള്ളത് അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹബന്ധവും അള്ളാഹുവിന്റെ പേരിലുള്ള വെറുക്കലുമാണ്. അതുകൊണ്ട് തന്നെ ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയിട്ടുള്ള നമുക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, മിൻഹാജുൻ നുബുവയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, അവർക്ക് കക്ഷിത്വം തൊട്ടു തീണ്ടുകയില്ല. മറിച്ച് അവർ സത്യത്തോടാണ് അവരുടെ കൂറ്. സത്യത്തിന് ആര് തന്നെ വിയോജിച്ചാലും, തങ്ങളുടെ ഷെയ്ഖുമാരാണെങ്കിലും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അയിമ്മത്താണ് വിയോജിച്ചതെങ്കിലും, തങ്ങളുടെ കൂടെയുള്ള ആളുകളാണ്, തന്റെ ഗോത്രത്തിലുള്ള ആളുകളാണ് വിയോജിച്ചത്, അല്ലെങ്കിൽ തന്റെ രാജ്യക്കാരാണ് വിയോജിച്ചത്, ഇങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും അവരെ തിരുത്തും. താങ്കൾ പറഞ്ഞിട്ടുള്ളത് തെറ്റാണെന്ന് തുറന്നു പറയും, ബാത്തിലാണെന്ന് പറയും. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ രീതി. ഇനി നേരെ ശത്രുക്കളായിട്ടുള്ള ആളുകളാണെങ്കിലും ആര് തന്നെ ഒരു സത്യം പറഞ്ഞാൽ അത് സത്യമാണെന്ന് അംഗീകരിക്കും, തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ പോലും. എന്നാൽ കക്ഷിത്വ രൂപം എങ്ങനെയാണ്? മുശ്രിക്കുകളുടെ രീതി എങ്ങനെയാണ്? തങ്ങളുടെ കബീലയിലുള്ള ആളുകൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യം അത് ന്യായം, അല്ലാത്തതൊക്കെ അന്യായം. ഇനി തങ്ങളുടെ കൂടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് ന്യായം, അല്ലാത്തതാണ് അന്യായം. ഇതാണ് മുശ്രിക്കുകളുടെ രീതി, ജാഹിലിയത്തിന്റെ രീതി. നിങ്ങൾക്ക് അറിയുന്ന വിഷയമാണ്. ജൂതന്മാർ അബ്ദുല്ലാഹിബ്നു സലാം എന്ന സഹാബിയോട് സ്വീകരിച്ച നിലപാട്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ജൂതനായിരുന്നു അതിനു മുമ്പ്. അങ്ങനെ ജൂതന്മാരെ വിളിച്ചു വരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വ്യക്തിയെ കുറിച്ച്, സഹാബിയെ കുറിച്ച് ചോദിച്ചു. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അവരെന്ത് ചെയ്തു? ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. ഈ വ്യക്തി എന്നുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ്, ഏറ്റവും നല്ല വ്യക്തിയാണ്. ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹിബ്നു സലാം അവരുടെ അടുക്കലേക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചു കടന്നു വന്നു. അപ്പോ നിമിഷങ്ങൾ കൊണ്ട് അവര് പറഞ്ഞത് നേരെ തിരിച്ചു പറഞ്ഞു. ഈ ആള് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിഡ്ഢിയാണ്, ഏറ്റവും വിജ്ഞാനമില്ലാത്ത ആളാണ്, ഏറ്റവും ചീത്തയായിട്ടുള്ള ആളാണെന്ന് അവർ തിരുത്തി പറഞ്ഞു. ഇതാണ് മുശ്രിക്കുകളുടെ, കാഫിറുകളുടെ രീതി. കക്ഷിത്വമാണ് അവരെ യോജിപ്പിക്കുന്നതും വിയോജിപ്പിക്കുന്നതും, അല്ലാതെ സത്യമല്ല. നോക്കൂ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ നുബുവത്തിന്റെ പ്രവാചക വീതിയിലൂടെ പോകുന്ന ആളുകളുടെ രീതി നോക്കൂ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ജാഅക അഹദുൻ ബിൽ ഹഖ് ഫഖ്ബൽഹു മിൻഹു. നിന്റെ അടുക്കൽ ഒരാള് സത്യവുമായിട്ട് കടന്നു വരികയാണെങ്കിൽ അത് നീ അവനിൽ നിന്ന് സ്വീകരിക്കണം. വഇൻ കാന ബഗീദൻ ബഈദ. അവൻ എത്ര നിനക്ക് വെറുക്കപ്പെട്ട ആളാണെങ്കിലും, നിന്നെ തൊട്ട് എത്ര വിദൂരനാണെങ്കിലും നീ അത് സ്വീകരിക്കണം. വഇദാ ജാഅക അഹദുൻ ബിൽ ബാതിലി ഫർദുദ് അലൈഹി. ഒരാൾ ഒരു അസത്യവുമായിട്ട് നിന്റെ അടുക്കൽ വരികയാണെങ്കിൽ
നീ അത് തള്ളിക്കളയണം, അവന്റെ മേൽ അത് തള്ളണം. വഇൻ കാന ഖരീബൻ ഹബീബ, അവൻ നിന്റെ എത്ര അടുപ്പക്കാരനാണെങ്കിലും, നിന്റെ എത്ര സ്നേഹിതനാണെങ്കിലും. ഇനി നമ്മോട് ഇങ്ങോട്ട് ഏത് രൂപത്തിൽ പ്രതികരിക്കുന്നു എന്ന അടിസ്ഥാനത്തിലുമല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅ വ്യക്തികളോടും വിഭാഗങ്ങളോടും നിലപാട് സ്വീകരിക്കുന്നത്. മറിച്ച് നിലപാട് സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം സത്യത്തോടുള്ള അടുപ്പവും വിയോജിപ്പും അത് മാത്രമാണ്. നോക്കൂ, ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ സംഭവം. അദ്ദേഹത്തോട് പറയപ്പെട്ടു, ചോദിക്കപ്പെട്ടു, മാ തഖൂലു ഫീ മുഹമ്മദ് ഇബ്നു ഖുറൈബ്, താങ്കൾ എന്താണ് മുഹമ്മദ് ഇബ്നു ഖുറൈബിന്റെ കാര്യത്തിൽ പറയുന്നത്? അപ്പോ ഇമാം അഹ്മദ് മറുപടി പറഞ്ഞു, സിഖ, വളരെ കൃത്യതയുള്ള സ്വീകാര്യ യോഗ്യനായിട്ടുള്ള പണ്ഡിതനാണെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് അദ്ദേഹത്തോട് പറയപ്പെട്ടു, ലകിന്നഹു യഖഉ ഫീ, പക്ഷെ അദ്ദേഹം താങ്കളെ കുറിച്ച് ആക്ഷേപിക്കാറുണ്ട്, ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരിക്കലും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ഇമാം ജാഹിലിയത്തിന്റെ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല, ജൂതന്മാരുടെ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞു, റജുലുൻ സാലിഹ് സിഖ ഇദ്ഹബു ഇലൈഹി ഫക്തുബു അൻഹു, അദ്ദേഹം സാലിഹായ മനുഷ്യനാണ്, നിങ്ങൾ അതുപോലെ തന്നെ കൃത്യതയുള്ള റാവിയാണ്, റിപ്പോർട്ടറാണ്, നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് ഹദീസുകൾ എഴുതിക്കൊള്ളുക എന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ കാര്യത്തിൽ അല്പം പരീക്ഷിക്കപ്പെട്ടത് മാത്രമാണെന്ന് പറഞ്ഞു. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ രീതി. അതുപോലെ തന്നെ ഇമാം ഈ കക്ഷിത്വം ഈ കാലത്തുള്ള ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഹിസ്ബിയ്യത്ത് എന്നുള്ളത് ഈ കാലത്തുള്ള ഏറ്റവും വലിയ ഫിത്നയാണ്. പല രൂപത്തിലും ഓരോ കാലത്തും അത് വന്നിട്ടുണ്ട്. ഇമാം അഹ്മദിന്റെയും ഷാഫിഈയുടെയും കാലശേഷം മദ്ഹബി പക്ഷപാതിത്വത്തിലൂടെയാണെങ്കിൽ ഇന്ന് മറ്റൊരു രൂപത്തിലാണെന്ന് മാത്രം. അപ്പൊ ഇത് നാം വലിച്ചെറിയണം. നാം യോജിക്കുന്നതും വിയോജിക്കുന്നതും സത്യത്തോട് ആര് യോജിക്കുന്നു, സത്യത്തോട് ആര് അനുകൂലിക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ്. പിന്നെ ഇതിനോട് കൂട്ടി പറയേണ്ട ഒരു സംഗതി, സത്യത്തോട് ഒരാൾ വിയോജിച്ചു കഴിഞ്ഞാൽ അയാൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിക്കുന്ന, സത്യത്തെ കാംക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ആരാണെങ്കിൽ തന്നെ അസത്യമാണെന്ന് നാം പറയണം. പക്ഷെ അത് റിസ്കോടുകൂടിയാണ് നാം പറയേണ്ടത്. റിസ്കോടുകൂടി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്നെസ്സോടുകൂടിയാണ് അയാളോട് ആ കാര്യം വിശദീകരിക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അയാൾക്ക് അത് സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നാം അവലംബിക്കേണ്ടതുണ്ട്. അയാൾ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ അതിനുവേണ്ടി നാം സബ്ർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സത്യത്തെ തട്ടിക്കളയുന്ന ആളുകൾ, മുആനിദായിട്ടുള്ള ആളുകളാണെങ്കിൽ അത് പരുഷമായിട്ട് നാം പ്രതികരിക്കേണ്ടി വരും. അവരുടെ കാര്യത്തിൽ ശക്തമായിട്ട് ബാത്തിലിനെതിരിൽ ശബ്ദിക്കേണ്ടി വരും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീൻ വഗ്ലുദ് അലൈഹിം. കുഫാറുകളോടും മുനാഫിഖുകളോടും നീ യുദ്ധം ചെയ്യണം. ഇവിടെ പറഞ്ഞ യുദ്ധം വാളുകൊണ്ടുള്ള യുദ്ധമല്ല, മറിച്ച് വൈജ്ഞാനികപരമായ യുദ്ധമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മുനാഫിഖുകളോട് യുദ്ധം ചെയ്തിട്ടില്ല. അറിവ് കൊണ്ടുള്ള യുദ്ധമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. വഗ്ലുദ് അലൈഹിം, അവരുടെ മേൽ നീ കാർക്കശ്യത്തിൽ പരുഷമായി നിലകൊള്ളണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ സത്യത്തെ തേടുന്ന ആളുകളാണെങ്കിൽ അവരുടെ അടുക്കൽ അബദ്ധം പറ്റിയാൽ അത് വളരെ റിസ്കോടുകൂടിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്.
അവരുടെ കാര്യത്തിൽ സബർ കാണിക്കണം. അവർക്ക് പല തടസ്സങ്ങളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളായിരിക്കും. എന്ന കാരണത്താൽ സബറോടുകൂടി അവരോട് നിലപാട് സ്വീകരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇവിടെ സത്യം ബയാൻ ചെയ്യാൻ പറഞ്ഞതോടുകൂടി തന്നെ അള്ളാഹു പറഞ്ഞ കാര്യമാണ് ക്ഷമ അവലംബിക്കണം എന്നുള്ളത്. ഇത് രണ്ടും മുതലാസിമാൻ, പരസ്പരം വേർപിരിയാതെ കൂടെ നിൽക്കേണ്ട കാര്യങ്ങളാണ്. ഈ രൂപത്തിൽ ഖുർആനിലെ പല ആയത്തുകളിലും ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹു ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളുകളാണ്, സത്യത്തെ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അബദ്ധം പറ്റിയാൽ, അവരുടെ അടുക്കൽ തെറ്റ് സംഭവിച്ചാൽ അതിന്റെ കാരണത്താൽ ആ നിമിഷം തന്നെ ബന്ധം മുറിക്കുന്ന, അയാളെ സുന്നത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പ്രവണതയും അതും ശരിയല്ല. അവിടെ റിസ്ക് കൈക്കൊള്ളണം, അയാളോടൊപ്പം സബ്ർ കൈക്കൊള്ളണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതാണ് സലഫ് സാലിഹീങ്ങളുടെയും രീതി. وهذا والله تعالى أعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.